മണിതോറും മുമ്പ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാലചന്ദ്രൻ അങ്ങനെ സ്റ്റാൻലിൻ ജോസഫിൻ്റെ വീട്ടിൽ എത്തുകയും അതിശയത്തോടെ അയാൾ നോക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഭയങ്കര സങ്കടത്തോടെ കയറി വരുമ്പോൾ ആദ്യം ഗോവർദ്ധൻ കൂടെ ഉണ്ട്. ഗോവർദ്ധനാണെങ്കിൽ പുറത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അകത്ത് പോയി സംസാരിച്ചപ്പോഴത്തേക്കും എന്തോ ശബ്ദം കേൾക്കുന്നതായിട്ട് തോന്നിയിട്ട് ഗോവർദ്ധൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അകത്താണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടെയാണ് സ്റ്റാൻലി നിൽക്കുന്നത്. നിങ്ങൾ ആരാന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ ആരാന്ന് നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളെന്നെ എന്ത് ചെയ്യുമെന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കാണെങ്കിൽ ഒരു കാര്യം പറയണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും ദൂരത്തുനിന്ന് വന്നത് എന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാലോ വൈജയന്തിയുടെ നിർഭാഗ്യവനായ ഭർത്താവാണ് ഞാൻ. ഇത് കേട്ടത് സ്റ്റാൻലി ജോസഫ് ഭയങ്കര അതിശയത്തോടെ എന്ത് ചെയ്യണമെന്ന് പറയാതെ ദേഷ്യത്ത് ഇങ്ങനെ ക്ലാസ് എടുത്ത് പെട്ടെന്ന് തറയിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ വെറുതെ കുറേ നേരം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് നിപ്പിൽ തന്നെയാണ്. നീയായിരുന്നോ ആ മണ്ടൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, ഞാൻ തന്നെയാണ് ഒന്നും അറിയാത്ത ആ മണ്ടൻ. പക്ഷേ എനിക്ക് ഇപ്പോഴാണ് എല്ലാം മനസ്സിലായത്. പക്ഷേ അതിലൊരു മുകളുണ്ട് കാര്യം നിങ്ങൾക്കറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒന്നിനും ഒരക്ഷരം പറയാതെ സ്റ്റാൻലി ജോസഫ് നിൽക്കുന്നത് കണ്ടിട്ട് ബാലചന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഈ ഒരു രീതി കണ്ടിട്ടാണോ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചത് കൊണ്ടാണോ എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ പിരിയാൻ കാരണം എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ നീ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നീ എന്തിനാ ഇനി പഴയതൊക്കെ ആലോചിച്ചെടുത്ത് ഇങ്ങോട്ട് എന്നെ കാണാൻ വേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടത് ബാലചന്ദ്രൻ പറയുക, എനിക്കാണെങ്കിൽ നിന്നെ കാണണമെന്നുണ്ടായിരുന്നു, നിങ്ങൾ സംസാരിക്കണമെന്നുണ്ടായിരുന്നു, ചിലതൊക്കെ പറയാനുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുന്നത് കേട്ട് അയാൾ പറയുക, മിണ്ടരുത് ഇനി നീ എന്നെ കാണാൻ വരികയോ ഒരു കാര്യം സംസാരിക്കുകയോ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് കേട്ടത് ബാലചന്ദ്രൻ പറയുക, ഞാൻ നിങ്ങളെ തേടി വന്നത് ഒരു സത്യം പറയാൻ വേണ്ടിയാണ്, അല്ലാതെ നിങ്ങളുടെ എനിക്ക് സ്വത്തെടുക്കാനോ അല്ല എങ്കിൽ നിങ്ങളെ അടിക്കാൻ ഉദ്ദേശിച്ചോ ഒന്നുമല്ല ഞാൻ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആദ്യം ദേഷ്യത്തോടെ ദേഷ്യ സ്വഭാവക്കാരനാണ് സ്റ്റാൻലി ജോസഫ്. ഒരു ചിരിഭാവം പോലും മുഖത്തില്ല. നിങ്ങളടുത്ത് എങ്ങനെയാണ് വൈജയന്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പം തന്നെ എന്തോന്നില്ലാത്ത ഒരു ഏകാന്തതയായിട്ട് തോന്നി. ഇവിടെ ഇപ്പോൾ തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യവും വരുന്നുണ്ട് എന്നൊക്കെ സ്റ്റാൻലി ജോസഫ് വിളിച്ച് പറയുന്നുണ്ട്. ഈ ഒച്ച കേട്ടിട്ട് ഗോവർദ്ധൻ വന്ന് അടുത്ത് വരുന്നുണ്ട്. എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതോ ഇയാളിത് അലറുക, എന്താണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് സ്റ്റാൻലി പറയുന്നുണ്ട്. ഇയാളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ബാലചന്ദ്രൻ എന്താണെന്നറിയാതെ അയാൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അറിയാതെ ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. ആ സമയത്താണ് ബാലചന്ദ്രൻ പറയുന്നത്, നിനക്കാരെന്നറിയാമോ ഇതാണ് അലീനയുടെ അച്ഛൻ സ്റ്റാൻലി ജോസഫ്. ഇത് കേട്ടത് ഗോവർദ്ധനാണെങ്കിൽ ഞെട്ടിപ്പോയി. ഇയാളെ തേടിയായിരുന്നോ ഇത്രയും ദൂരെ എന്നെയും കൊണ്ട് ഡ്രൈവിംഗ് ചെയ്ത് ഇവിടേക്ക് വന്നത് എന്ന് ഗോവർദ്ധൻ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് ഞെട്ടിൽ നിന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇതിനാണോ നീ വീണ്ടും എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നത്? ഇതിനു വേണ്ടിയായിരുന്നോ? അതിൻ്റെ ആവശ്യമില്ലായിരുന്നോ? എന്തിനാ നീ പണ്ടത്തെയൊക്കെ ആലോചിച്ചുകൊണ്ട് ഇനി ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എനിക്കാണെങ്കിൽ അലീനയ്ക്ക് അച്ഛനെ കൊടുക്കണം, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് പറയുക സ്റ്റാൻലി ജോസഫ്, എനിക്ക് ആരെക്കുറിച്ച് ഒന്നും അറിയേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഒതുങ്ങിയൊരിടത്ത് ജീവിക്കുന്നത്. എന്നെ ഇനി ശല്യം ചെയ്യാൻ ആരും വന്നു പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വരും. എനിക്കാണെങ്കിൽ ഒരു സത്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, നിങ്ങളുടെ മകളുടെ കാര്യം. ആ മകളുടെ പേരാണ് അലീന. ആ അലീനയെ ഇനി നിങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യണം എന്നൊക്കെ കേട്ടത് ഞെട്ടി നിൽക്കുകയാണ്. എന്തോന്നറിയാതെ എന്ത് പറയണമെന്നറിയില്ല. സ്റ്റാൻലി ജോസഫിൻ്റെ നിപ്പ് കണ്ടിട്ട് പറയുക, നിങ്ങൾ ഈ നിപ്പ് ഒന്ന് കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് എൻ്റെ ഭാര്യയുടെ ആദ്യത്തെ കാമുകനെ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു, അതെനിക്ക് കാണാനും പറ്റി എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ പറയുന്നത് കേട്ട്, ഞാൻ പറഞ്ഞില്ലേ പുറത്തിറങ്ങി പോകാൻ, എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കൊരു ബന്ധുക്കളുമില്ല, എനിക്ക് ആരെയും അറിയത്തുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി നിൽക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞിരുന്നാലും
എനിക്ക് ഇത് കേട്ടാലേ പറ്റുള്ളൂ. നിങ്ങളെ വായ കൊണ്ട് എനിക്ക് കേൾക്കണം ഇതൊക്കെ സത്യമാണോ എന്ന്. എന്തൊക്കെ പറഞ്ഞിട്ടും ഞാനൊന്നും പറയാനില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് വീണ്ടും എടുത്ത് പറയുക. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്ക് കൂടുന്നത് കണ്ട് ഗോവർദ്ധൻ പറയുക, എന്തായാലും നിർത്തണം നിങ്ങൾ. ഇതിൻ്റെ പേരിന് വഴക്ക് കൂടാനാണോ ഇത്രയും ദൂരത്തുനിന്ന് വന്നത് എന്ന് ബാലചന്ദ്രൻ അടുത്ത് ചോദിക്കുന്നു. ഇല്ല, പക്ഷേ എനിക്ക് വൈജയന്തിയുടെ കാര്യം മാത്രം ആലോചിക്കണമെന്നില്ല. എനിക്ക് അലീനയെക്കുറിച്ച് ഏറ്റവും അടുത്ത ചിന്ത. പക്ഷേ എനിക്ക് മക്കളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്. അവളുടെ ജീവിതം ഇനി എങ്ങനെയായിരിക്കുമെന്നും എനിക്കറിയില്ല. പക്ഷേ അവൾ ആ വീട്ടിൽ വരണമെങ്കിൽ അലീന ആ വീട്ടിൽ നിന്ന് പോകണമെന്ന ഒരു ഉത്തരവ്. അതുകൊണ്ട് എന്ത് വെച്ചാലും അലീന പുറത്ത് പോകേണ്ടി വരും. അതുകൊണ്ട് ആ സമയത്ത് അവളെ അച്ഛൻ്റെ അടുത്ത് തന്നെ തിരിച്ചെത്തണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ തേടിയെത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്തും അലീന ഫോൺ ചെയ്യുന്നുണ്ട്. എന്താ മോളെ, ഞാനാണെങ്കിൽ എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നുണ്ട്. എനിക്ക് ഒരു കാര്യം നിൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് സംസാരിക്കുകയും ചെയ്യണം. ബാക്കിയെല്ലാം ഞാൻ വന്നിട്ട് പറയാം. ഞാൻ ഇനി എത്രയും പെട്ടെന്ന് തിരിച്ചു വരും. അവിടെ എല്ലാവരും സുഖമായിരിക്കുന്നോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചു വന്ന കാര്യം മാമച്ചനെ വീട്ടിലെ കാര്യങ്ങൾ എല്ലാം പറയുന്നുണ്ട്. ഈ പറഞ്ഞ് ഫോൺ വയ്ക്കുന്ന സമയത്തെല്ലാം ഇങ്ങനെ ആലോചിച്ച് എന്തോന്നില്ലാത്ത ഒരു ഏകാന്തതയിലൂടെ നിൽക്കുന്ന സ്റ്റാൻലി ജോസഫിനെയാണ് കാണാൻ കഴിയുന്നത്. എന്നിട്ടും ഗോവർദ്ധൻ പറയുക, എന്തിനാ നീ ഇങ്ങോട്ട് എന്നെ കൂടെ വിളിച്ചുകൊണ്ട് വന്നത്? നീ ഇവിടെ വരേണ്ടതല്ലായിരുന്നു. നീ ഒരു ജീവിതത്തിൽ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നിൻ്റെ ജീവിതം താറുമാറാവാൻ വേണ്ടി ഈ ഒരു കാര്യം മാത്രം പോരെ? എന്തിനാ ഇയാളെ തേടിങ്ങ് വന്നതെന്നൊക്കെ ചോദിച്ചു. ഇതുവരെ ഞാൻ ചോദിച്ചില്ല നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. പക്ഷേ ഇതൊരു വല്ലാത്ത വരവായിപ്പോയി എന്ന് ബാലചന്ദ്രടുത്ത് ഗോവർദ്ധൻ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് പറയുക, ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നീ എൻ്റെ കൂടെ വരില്ലായിരുന്നു. എനിക്ക് അത് ഉറപ്പാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ കൂടെ വിളിച്ചുകൊണ്ട് വന്നത്. എനിക്ക് ഒറ്റയ്ക്ക് വരാനുണ്ട് മടിയും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, എൻ്റെ കൂടെ ആരെങ്കിലും വരണമെന്ന് എനിക്ക് തോന്നി. അത് നീ ആയിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ഞാൻ ഇനിയും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ തേടി വീണ്ടും വരും. അപ്പോൾ എൻ്റെ കൂടെ ഒരാൾ കൂടെ കാണും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് ഞെട്ടി നിൽക്കുന്ന ആ സ്റ്റാൻലി ജോസഫിനെയാണ് കാണാൻ കഴിയുക. എന്തോന്നറിയാതെ ആ പഴയ ചിന്തകളിലേക്ക് തിരിച്ചു പോവുകയും അതുമാത്രമല്ല അയാളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അടിത്തറ ഇളകുന്നത് പോലെ തോന്നുകയും ചെയ്യുന്ന ആ രീതിയിലുള്ള നിപ്പ് കണ്ടിട്ട് ബാലചന്ദ്രന് തന്നെ ചിരി വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങളാണെങ്കിൽ ഇപ്പോൾ അതിശയിച്ചില്ല. ഇതിൻ്റെ 100 മടങ്ങ് ഞാനാണെങ്കിൽ മണ്ടനെ പോലെ അഭിനയിക്കുകയായിരുന്നു ഇത്രയും നാൾ ഇവരെ മുന്നിൽ വെച്ച്. എനിക്ക് അതിനൊരു മാറ്റം വേണം. എനിക്ക് അവളെ മുമ്പിൽ ഇനിയെങ്കിലും ജയിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എനിക്ക് അവളുമായിട്ട് ജീവിക്കാനും കഴിയില്ല. ഞാനാണെങ്കിൽ വെറുത്തു പോയ ഒരാളാണ് വൈജയന്തി. എൻ്റെ ജീവിതത്തിൽ അവളെ അടിമയായിട്ട് ഞാൻ കഴിയുകയായിരുന്നു. പക്ഷേ എന്നെ ചതിച്ചവളാണ്. അത് ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ഏതോ ഒരുത്തിനെ കെട്ടി താമസിക്കുന്ന ഒരു മണ്ടൻ എന്ന് പറഞ്ഞില്ലേ, ആ ഒരു മണ്ടനാണ് ഞാൻ. കേട്ടോ, മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടാട്ടമില്ലാതെ നിൽക്കുന്ന സ്റ്റാൻലി ജോസഫിനെ ആണ് ആ സീനിൽ കാണുന്നത്. എന്തായാലും എപ്പോഴും വഴക്ക് കൂടിയും കൊണ്ടിരുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അലീന കടന്നു വന്നു. പക്ഷേ അപ്പോഴത്തേക്കും കുറേ സന്തോഷം അവൾ തന്നു. അതിനുവേണ്ടി ആ കുട്ടിയെ എനിക്കിപ്പോൾ നിങ്ങൾക്ക് വിട്ടു തരുന്നതിന് വേണ്ടി ഒരു സങ്കടവുമില്ല. എന്തായാലും സുരക്ഷിതമായ കൈകളിലായിരിക്കും അവൾ താമസിക്കുക, അത് ഉറപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇത് കേട്ടിട്ട് എനിക്കൊന്നും പറയാനില്ല, ഞാൻ എന്ത് ചെയ്യണമെന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നുണ്ട്. ആ വീടിൻ്റെ പരിസരം തന്നെ ഒരു വല്ലാത്തൊരു ഏകാന്തതയാണ്. അത് തന്നെയാണ് അയാളുടെ നിഗൂഢത നിറഞ്ഞ ഓരോ കാര്യങ്ങളും എന്ന് ഗോവർദ്ധൻ പറയുന്നുണ്ട് ബാലചന്ദ്രൻ്റെ അടുത്ത്. കണ്ടില്ലേ അയാൾ നിൽക്കുന്നത്, നമുക്ക് പോകാം എത്രയും പെട്ടെന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. വേണ്ട, അയാൾ എന്തെങ്കിലും പറയുമെന്നൊന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ടും അയാളൊന്നും മിണ്ടുന്നില്ല. വീണ്ടും അയാൾ പറഞ്ഞിട്ട് പോവുക, എന്തായാലും ഒരു വരവൂടെ ഞാൻ ഇങ്ങോട്ട് വരും, മനസ്സിലായല്ലോ? അപ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാക്കും കൂടുതൽ കാര്യങ്ങൾ. ഇന്ന് ഞാൻ ഈ സത്യം പറയാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ നിങ്ങളെ കാണണമെന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? അത് അലീനയെ കൊണ്ടേ വരികയുള്ളൂ. അലീന ഈ വീട്ടിൽ വളരേണ്ട കുട്ടിയാണ്.
നിങ്ങളെ മകളായിട്ട് എല്ലാ അവകാശങ്ങളോടും കൂടി എന്തായാലും നിങ്ങളെ സ്വത്തിൽ പകുതി തന്നെ അവൾക്ക് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ അവളിവിടെ പൂർണ്ണ സന്തോഷത്തോടെ ജീവിക്കുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലാവും. എന്തായാലും ഇനിയുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും അവളോട് പ്രതികരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എൻ്റെ വീട്ടിലെ ആ സ്ഥിതി ഇവിടെ ഉണ്ടാകരുത്, അതുകൊണ്ട് മാത്രമാണ് അവൾ അച്ഛൻ്റെ അടുത്ത് വളരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളെ തേടിയെത്തിയത് എന്ന് പറയുന്നത് കേട്ടിട്ട് പറയുക സ്റ്റാൻലി, എന്തായാലും ഇനി നിങ്ങളിവിടെ നിൽക്കരുത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോകണം, എനിക്ക് ഒന്നും പറയാനില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ പറയുക ബാലചന്ദ്രൻ, എന്തിനാ ഞാൻ പോകുന്നത്? ഇത്രയും നാൾ നിങ്ങളെ ഭാര്യയല്ലല്ലോ കാമുകയല്ലേ, കാമുകയെ ചുമക്കേണ്ടി വന്നവനാ ഞാൻ. എന്തായാലും ആ ഒരു നഷ്ടം ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. എത്ര വേദന അറിയാവോ ഞാൻ ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഉണ്ടായത്. എന്നാൽ എല്ലാത്തിനും എന്നെ പിടിച്ചു നിർത്തിയ ഒരു കുട്ടിയാ അലീന. അവളെ ആലോചിച്ച് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവൾക്ക് ഒന്നിനും ഉറക്കവും പാടില്ല. എല്ലാവരും പൊന്നുപോലെ നോക്കിക്കൊണ്ടിരുന്നതാ, ഞാൻ ഉൾപ്പെടെ ആ വീട്ടിൽ. പക്ഷേ അവൾ ആ അമ്മയ്ക്ക് അറിയില്ല അവൾ ആരെന്നുള്ള സത്യം. പക്ഷേ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ വീട്ടിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞിരിക്കുക തറവാട്ടിൽ. ഇനി അതുകൊണ്ട് നിങ്ങളാണെങ്കിൽ ഏറ്റെടുത്തേ മതിയാവുള്ളൂ, അല്ല എങ്കിൽ അവൾ ഗതി എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല കുട്ടിയാണ് അവൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് പറഞ്ഞ ഉടനെ ബാലചന്ദ്രൻ പറയുക, ഞാനാണെങ്കിൽ ഇത്രയും നേരം സംസാരിച്ചിട്ട് നിങ്ങളെന്താ മറുപടി ഒന്നും പറയാത്തെ? ഒന്നിനും ഒന്നും പറയുന്നില്ല, എന്താ ആലോചന എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല ഇപ്പോൾ, എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്ത് പോകണം, ഇനി എന്നെ കാണാൻ വരികയും ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാനാണ് തീരുമാനിക്കുന്നത് വരണവും വരാത്ത കാര്യം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചേ പറ്റുള്ളൂ, ഇത്രത്തോളം വേദനിപ്പിക്കുന്ന ഒരു കുട്ടി ആ വീട്ടിൽ ഇന്നും ഉണ്ട്. അത് നിങ്ങളാണ് അച്ഛനെന്ന് അറിയാതെ. പക്ഷേ അറിയാനുള്ള ആ നിമിഷം അവൾക്ക് എത്ര സന്തോഷവതിയായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാവോ? വൈജയന്തിയാണെങ്കിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നും എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങളെ കാണുമ്പോൾ തന്നെ. പക്ഷേ എന്തായാലും നിങ്ങളിപ്പോഴും സന്തോഷമായിട്ട് കഴിയുന്നതിൻ്റെ കാര്യം നിങ്ങളെ കുടുംബമാണ്. പക്ഷേ എൻ്റെ കുടുംബമാണെങ്കിൽ നശിച്ചു പോയില്ല. എനിക്ക് ഇനി ആ കുടുംബം എനിക്ക് വേണ്ട, എൻ്റെ മക്കൾ മാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട്. അവളെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഏറ്റെടുക്കാൻ പറ്റുമോ എന്നും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നിനും മറുപടി ഇല്ലാതെ ദേഷ്യത്തോടെ വീണ്ടും നോക്കുന്നുണ്ട് ബാലചന്ദ്രനെ. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അത് ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആദ്യം ഞാൻ അലീൻ്റെ കാര്യം പറയുക. അലീനെ നിങ്ങളെടുത്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും ഞങ്ങൾ എങ്ങനെയാണ് നോക്കിയത് അതുപോലെ നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ പോവാൻ നിൽക്കുക. ആ സമയത്ത് നിങ്ങളിപ്പോൾ എവിടെ താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാം അന്വേഷിക്കുന്നുണ്ട്. എല്ലാം അന്വേഷിച്ചിട്ട് ഗോവർദ്ധൻ പറയുക, എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എന്തിനാ ഇങ്ങനെ ഒരാളുണ്ടോ? എന്തിനാ ഇങ്ങനെ ഒരു ജന്മം അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്തിനായിരുന്നോ ഇവിടെ വന്ന് താമസിക്കുന്നത്, എല്ലാം മറക്കാൻ വേണ്ടിയായിരിക്കും അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ്റെ അടുത്ത്. ഒന്നും അറിയില്ല, നമ്മൾ വന്നപ്പോൾ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ. എന്തായാലും ഓരോ കാര്യത്തിനും അയാൾക്ക് മറുപടി ഒന്നും പറയാനില്ല. ഇനി വരുമ്പോൾ അലീന കൂടെ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ എല്ലാം മനസ്സിലാവുകയുള്ളൂ. ഇനി എത്രയും പെട്ടെന്ന് അലീനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വത്തിന് പകുതി ഇനി അലീൻ്റെ പേരിലായിരിക്കണമെന്ന്. ഇത് കേട്ടതോടനെ ഞെട്ടിയിരിക്കുക അയാൾ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചവർ പോവുകയാണ്.